ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ നാട്ടിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മറൈൻ എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞാനും നാത്തുമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 100 രൂപയാണ്. ആദ്യം തന്നെ ആനിമൽസിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു. അതുപോലെ ബേഡ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ബേഡ്സുകളുണ്ട് കേട്ടോ. ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് വരാം കേട്ടോ. ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് എടക്കര മുണ്ടയിലാണ് കേട്ടോ. ഇപ്പം വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും മക്കളെയൊക്കെ കൊണ്ടുവരിക, മക്കൾസിനൊക്കെ ഇത് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഒട്ടക പക്ഷിയാണ്. ചെറിയ ലുലുവാണ് കേട്ടോ നിൽക്കുന്നത്. അവരതിനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പക്ഷികളെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഇവരിതൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടോ, ഒരുപാട് കുഞ്ഞു കുഞ്ഞു പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ പ്രാക്കളും ഉണ്ട് കേട്ടോ. ഈ പ്രാവിനെയൊക്കെ കണ്ടപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, നമ്മുടെ വീട്ടിൽ ആദ്യം ഒരുപാട് പ്രാവുകളുണ്ടായിരുന്നു കേട്ടോ. ശരിക്ക് അവരെയൊക്കെ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രാക്കളുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കൊക്കെ വരാറുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അതൊക്കെ വിറ്റൊഴിവാക്കിയതാണ്. ഇവിടെയും ഒരുപാട് പക്ഷികളെ കണ്ടു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള പക്ഷികൾ. അങ്ങനെ അതൊക്കെ കണ്ടങ്ങനെ ചെന്നപ്പോഴാണ് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മങ്കിനെ കണ്ടത് കേട്ടോ. ചെറിയൊരു മങ്കി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതൊക്കെ കഴിഞ്ഞപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോഴികളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലൊന്നുള്ള പോലെയുള്ള ചെറിയ ചെറിയ കോഴികളൊന്നുമല്ല, വലിയ വലിയ കോഴികൾ കേട്ടോ. ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ഒരു മത്സ്യകന്യകയാണ് കേട്ടോ. അത് കാണണമെന്ന് പറഞ്ഞിട്ടാണ് മക്കളൊക്കെ വന്നിട്ടുള്ളത്. അവർക്ക് അത് കാണാനാണ് ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ എല്ലാ ആനിമൽസിനെയും കണ്ടിട്ടോ. ചില ആനിമൽസിനൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ, ലിയക്കുട്ടിനെ എടുത്തതുകൊണ്ട്. മെയിനായിട്ടുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്, നമ്മുടെ അക്വേറിയം. ഇവിടെയും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഷസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് ഡിഫറെൻ്റ് കളേഴ്സിലുള്ള ഫിഷസ്. ഒരുപാട് പേര് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ എല്ലാം കണ്ടങ്ങനെ മുന്നോട്ട് പോയി. ഇതിനിടയിൽ ലിച്ചൂസിനെ കാണാനില്ല, ലുലുവിനെ കാണാനില്ല. പിന്നെ എല്ലാവരും തിരഞ്ഞു പിടിച്ചിട്ടോ. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമായി. അങ്ങനെ മക്കളൊക്കെ കാണാൻ കാത്തിരുന്ന മത്സ്യകന്യകയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരുപാട് പേര് മുന്നിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് നീങ്ങട്ടെ, എന്നിട്ട് വേണം ഫ്രണ്ടിലോട്ട് പോകാനെന്ന് വിചാരിച്ച് ഞാനും അവിടെ കാത്തിരുന്നു. മത്സ്യകന്യക അതിൻ്റെ ഉള്ളിൽ കിടന്ന് എന്തൊക്കെയോ കാട്ടുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ ലുലു ചോദിച്ചു, മെച്ചിയെ ഇത് ശരിക്കുള്ള മത്സ്യകന്യകയാണോ എന്ന്. അങ്ങനെ കുറച്ച് പേരൊക്കെ ഫ്രണ്ടിൽ നിന്ന് പോയപ്പം പതുക്കെ പതുക്കെ ഞാനും ഫ്രണ്ടിലോട്ട് നിന്നിട്ടോ. വീഡിയോ എടുക്കണം, ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ. അവർ കാണിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് പോകുന്നുണ്ട്. അത് അവർക്ക് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ ഡ്രസ്സിങ്ങൊക്കെ സൂപ്പറാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ കുറച്ച് അധികം സമയം ഞാൻ അവിടെ നിന്നു കേട്ടോ, കുട്ടികൾക്കൊക്കെ കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ
മത്സ്യകന്യകനെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കാർണിവലിൻ്റെ ഏരിയയിലെത്തിയിട്ടുണ്ട്. ഇവിടെ മക്കൾസിനൊക്കെ കയറാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റൈഡ് ഉണ്ട് കേട്ടോ. മക്കൾസിന് മാത്രമല്ല നമുക്കും കയറാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റൈഡുകളുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട്. ഇവിടെയും ഞങ്ങളെല്ലാവരും കുറേ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ ഒരുപാട് ടൈം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്